ഹായ് ഒരുവൺ, ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരാഴ്ചത്തെ മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെ ഒരു അനാലിസിസും അതുപോലെ വരുന്ന വീക്കിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഈ വീക്കിൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്ന ഒരു നെഗറ്റീവ് ബയാസിലാണ്. നമുക്കറിയാം നിഫ്റ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു റേഞ്ചിൽ തന്നെയാണ് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഡിസംബർ 20th ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ, അതായത് 2470, ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,550 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 550, 540 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് കഴിഞ്ഞ 4 days ആയിട്ട് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ വന്ന ഫ്രൈഡേയിൽ നിഫ്റ്റിയുടെ കോൺട്രാക്ട് വാല്യൂവിൽ ലോട്ട് സൈസിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പം 25 എന്ന് പറയുന്ന 75 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് നേരത്തെ എടുക്കുന്ന സ്ട്രൈക്കുകളുടെ പ്രീമിയം ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 3 times ഓഫ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ 23,870 എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു സോണാണ്. അപ്പം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കൊരു അപ്സൈഡ് 23,950 വരെ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മാർക്കറ്റ് നോക്കിയാൽ ഒരു ഹൈ എന്ന് പറയുന്നത് 23,938 എത്തിയതിന് ശേഷം വീണ്ടും അത് ഡൗൺ സൈഡിലേക്ക് വരികയാണ്. മാർക്കറ്റിന് അപ്പോഴും 23,870 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള അപ്സൈഡ് പൊട്ടൻഷ്യൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം, ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ നോക്കിയാൽ ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു സോണിൽ നിന്ന് നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിൽ ഈ ഒരു സോൺ തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിൽ ബൈങ്ങിനേക്കാൾ കുറച്ചും കൂടി പ്രോബബിലിറ്റി ഉണ്ടായിരുന്നത് സെല്ലിങ്ങിനായിരുന്നു. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രീമിയത്തിൽ നല്ല രീതിയിലുള്ള ഡീകെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് നമുക്ക്. അപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സോൺ തന്നെയാണ് വാച്ച് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,630, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു 23,550 മൂവ് ചെയ്യാം. ഈ സോണും കൂടി ബ്രേക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ ലോവർ സൈഡിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് ടൈപ്പ് ഓഫ് ട്രേഡുകൾ മാത്രമേ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എടുക്കുമ്പോഴും നമ്മൾ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് അല്ലെങ്കിൽ റിവാർഡ് നോക്കിയിട്ട് മാത്രമുള്ള ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഈ റേഞ്ചിനകത്ത് നിൽക്കുന്ന ടൈമിൽ മാർക്കറ്റിൽ സെല്ലിംഗ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക നിങ്ങൾ.